front of the district, your group dance, you were number one. And even service to humanity also. And every Rotarian, every year, see like every Rotarian, EREY, that every year, see like that, you have fulfilled that commitment. And dear friends, it is, if Rotary International is shining, it is simply because of beautiful. Please be seated. Now, Sarthija Rams will lead the dignitaries to the dais. പ്രിയ കൂട്ടുകാരെ, ഞാനിപ്പോൾ നിൽക്കുന്നത് പുതുപ്പള്ളിക്കാവലയിലാണ്. നമ്മുടെ പുതുപ്പള്ളിയിലെ റോട്ടറി ക്ലബിന്റെ പുതിയ ഭാരവാഹികളുടെ സ്ഥാനാരോഹണ ചടങ്ങുകളൊക്കെ ബെസ്റ്റ് ബേക്കറിയുടെ ഓഡിറ്റോറിയത്തിൽ നടക്കുകയാണ്. നമുക്ക് അതിന്റെ കാഴ്ചകളൊക്കെ ഒന്ന് കാണാം. Thank you, Rotary Roshi. Thank you, President. Let's all principles of Rotary and strive for the establishment of peace and goodwill among all people, for the elimination of all bars of color and creed, and for the proper understanding of the sanctity of human personality and dignity of labor, so that all individuals, all families, and all nations may live in amity and friendship. to welcome the gathering. നമ്മുടെ പ്രിയപ്പെട്ട പ്രസിഡന്റും ഇന്നത്തെ മീറ്റിംഗിന്റെ അധ്യക്ഷനുമായ റോട്ടറിയൻ എ വി മോഹനൻ, നമ്മുടെ ഇന്നത്തെ ചീഫ് ഗസ്റ്റ് ശ്രീ PH കുര്യൻ IAS, ഗസ്റ്റ് ഓഫ് ഓണർ റോട്ടറിയൻ ഡോക്ടർ ജോൺ ഡാനിയൽ, കീനോട്ട് സ്പീക്കർ റോട്ടറിയൻ ഡോക്ടർ മീര ജോൺ, AG റോട്ടറിയൻ മാത്യു തോമസ്, പ്രസിഡന്റ് ഇലക്ട് റോട്ടറിയൻ കുര്യൻ പുനൂസ്, സെക്രട്ടറി റോട്ടറിയൻ വിപിൻ വർഗീസ്, സെക്രട്ടറി ഇലക്ട് റോട്ടറിയൻ റോയ് തോമസ്, ഫാസ്റ്റ് അസിസ്റ്റന്റ് ഗവർണർ റോട്ടറിയൻ അരുൺ സെബാസ്റ്റ്യൻ, നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയിരിക്കുന്ന മറ്റ് അതിഥികൾ, റോട്ടേറിയൻസ്, ആൻസ് ആൻഡ് ആനറ്റ്സ്. നമ്മുടെ ഇന്നത്തെ മീറ്റിംഗ് നിങ്ങൾക്കറിയാം, എല്ലാവർക്കും അറിയാവുന്ന ഒരു ഇൻസ്റ്റലേഷൻ സെറമണിയാണ്. അതിൽ വളരെയധികം ഫോർമാലിറ്റീസ്, പ്രൊസീജിയറൊക്കെ ഉണ്ട്. പിന്നെ നമുക്ക് ഗസ്റ്റുകളും ഉണ്ട്. അതുകൊണ്ട് ഇതൊരു ടൈറ്റ് പാക്ക് ആയിട്ടുള്ള മീറ്റിംഗ് ആണ്. നമ്മുടെ സമയം വളരെ ഇതിനകത്ത് പ്രത്യേകതയുണ്ട്. അതുകൊണ്ട് തന്നെ ആയിരിക്കും പ്രസിഡന്റ് എല്ലാവർക്കും ടൈം തന്നിട്ടുണ്ട് പ്രസംഗിക്കാൻ. എൻ്റെ സ്വാഗത പ്രസംഗത്തിനാകെ 5 മിനിറ്റാണ് തന്നിരിക്കുന്നത്. കഴിയുന്നു ഞാൻ ഇതിൽ തന്നെ കംപ്ലീറ്റ് ചെയ്യാൻ ശ്രമിക്കാം. 2008 റോട്ടറി ക്ലബ് ഓഫ് പുതുപ്പള്ളി രൂപീകൃതമായ മുതൽ ഇന്ന് വരെ ഇതിൻ്റെ ഒരു ഭാഗമായി ഇതിൻ്റെ എല്ലാ വളർച്ചകളും നേരിട്ട് കാണാൻ കഴിഞ്ഞ ഒരു വ്യക്തി എന്ന നിലയിൽ എനിക്ക് അഭിമാനമുണ്ട്. കാരണം 2008 ഞങ്ങൾ 20 പേർ പുതുപ്പള്ളി എന്നൊരു ഗ്രാമത്തിൽ റോട്ടറി എന്താണെന്ന് പോലും അറിയാതെ, പുതുപ്പള്ളിക്കാർക്കും റോട്ടറിയെ കുറിച്ച് വലിയ ഒന്നും അറിവില്ലായിരുന്ന ഒരു കാലത്തിൽ നിന്ന് ഇന്ന് 54 മെമ്പേഴ്സുള്ള ഒരു ക്ലബ്ബായി ഇത് വളർന്നു. ഇന്ന് ഈ പുതുപ്പള്ളി പരിസര പ്രദേശത്തും ഏറ്റവും സാമൂഹിക പ്രതിബദ്ധതയുള്ള പല കാര്യങ്ങളും ചെയ്യുന്ന പല ക്ലബ്ബുകളിൽ ഏറ്റവും എല്ലാവരും അറിയപ്പെടുന്ന ഒരു ക്ലബ്ബായി പുതുപ്പള്ളി റോട്ടറി ക്ലബ്ബ് വളർന്നു എന്നതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. അത് ആ 2008 ഉണ്ടായിരുന്ന മെമ്പേഴ്സ്, പിന്നെ ഇന്ന് വരെയുള്ള 54 മെമ്പേഴ്സ്, അന്ന് നമ്മുടെ ചാർട്ടർ പ്രസിഡന്റ് ആയിരുന്ന റോട്ടറി സജീവ് ഇട്ടി മുതൽ ഇന്ന് നമ്മൾ പ്രസിഡന്റായി സ്ഥാനം വയ്ക്കുന്ന റോട്ടറി കുര്യൻ പുന്നൂസ് വരെയുള്ള പ്രസിഡന്റും അവരുടെ കൂടെ അന്ന് പ്രവർത്തിച്ച മറ്റു ഭാരവാഹികളും മെമ്പേഴ്സും ഇവരുടെ എല്ലാം നിസ്വാർത്ഥമായ പ്രവർത്തനം കൊണ്ടാണ് ഈ ക്ലബ്ബ് ഇങ്ങനെയുള്ള നല്ലൊരു നിലയിലേക്ക് ഇന്ന് എത്തിച്ചേർന്നത്. അങ്ങനെ ഈ ക്ലബിന്റെ നല്ല രീതിയിലുള്ള പുരോഗമനത്തിന് വേണ്ടി ശ്രമിച്ച എല്ലാവരെയും ഈ അവസരത്തിൽ സ്മരിച്ചുകൊണ്ട് ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് പോവുകയാണ്. ഇന്ന് നമ്മുടെ മീറ്റിംഗിന്റെ അധ്യക്ഷൻ നമ്മുടെ പ്രസിഡന്റ് റോട്ടറി എ വി മോഹൻ സാറാണ്. സാറിനെ ഇവിടെയുള്ളവർക്ക് മിക്കവർക്കും അറിയാം. അദ്ദേഹം ഒരു നേവൽ ഓഫീസറായിരുന്നു. ഷോർട്ട് സർവീസ് കമ്മീഷൻ, എഞ്ചിനീയറിംഗ് ബ്രാഞ്ചിൽ ഷോർട്ട് സർവീസ് കമ്മീഷന് ശേഷം അദ്ദേഹം തന്റെ പ്രവർത്തന മേഖല മർച്ചന്റ് നേവിയിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. അദ്ദേഹം അവിടെ 40 വർഷത്തോളം മർച്ചന്റ് നേവിയിൽ പ്രവർത്തിച്ചു വരുന്നു. ഷിപ്പിലെ എഞ്ചിനീയറിംഗ് വിഭാഗത്തിലെ ഏറ്റവും ഉന്നത സ്ഥാനമായ ചീഫ് എഞ്ചിനീയർ എന്ന നിലയിൽ അദ്ദേഹം പ്രവർത്തിച്ചു വരികയാണ്. അദ്ദേഹം പുതുപ്പള്ളി ക്ലബിന്റെ പ്രസിഡന്റായി ചുമതലയേക്കുന്നത്. തൻ്റെ ഒരു ജോലി
ഈ ക്ലബിന്റെ പ്രവർത്തനങ്ങളെ ബാധിക്കില്ല എന്ന ഉറച്ച തീരുമാനത്തിൽ അദ്ദേഹം 1 വർഷക്കാലം തന്റെ ജോലി തന്നെ വേണ്ടെന്ന് വെച്ചു. പൂർണ്ണമായും റോട്ടറി ക്ലബിന് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്തു. അദ്ദേഹത്തിന്റെ ആ ഡെഡിക്കേഷനും ആ ആത്മാർത്ഥതയും കഴിഞ്ഞ വർഷം പ്രവർത്തനത്തെ എല്ലാം പ്രതിഫലിച്ചിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. കഴിഞ്ഞ 1 വർഷം വളരെ നല്ല രീതിയിൽ നമ്മുടെ ക്ലബിനെ നയിച്ച നമ്മുടെ പ്രിയപ്പെട്ട പ്രസിഡന്റ് റൊട്ടേറിയൻ AV മോഹനെ ഈ മീറ്റിംഗിലേക്ക് ഹാർദവമായി സ്വാഗതിക്കുന്നു. നമ്മുടെ ഇന്നത്തെ ചീഫ് ഗസ്റ്റ് ശ്രീ PH കുര്യൻ IAS അവர்களാണ്. അദ്ദേഹത്തിന് എല്ലാവർക്കും അറിയാം, കേരള ഗവൺമെന്റ് സർവീസിൽ അഡീഷണൽ ചീഫ് സെക്രട്ടറി സ്ഥാനത്തിരുന്ന അദ്ദേഹം തന്റെ സർവീസ് ജീവിതത്തിന് ശേഷം ഇപ്പോൾ കേരള റിയൽ എസ്റ്റേറ്റ് റെഗുലേറ്ററി അതോറിറ്റിയുടെ ചെയർമാനായിട്ട് ചെയർമാൻ സ്ഥാനം വഹിച്ചു വരികയാണ്. അദ്ദേഹത്തിന് ഇവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് അദ്ദേഹത്തെ കുറിച്ച് കൂടുതൽ വിശദമായി പറയുന്നതുകൊണ്ട് ഞാൻ മറ്റ് കാര്യങ്ങളിലേക്ക് കടക്കുന്നില്ല. നമ്മുടെ ചീഫ് ഗസ്റ്റിനെ ശ്രീ PH കുര്യൻ IAS അവരുടെ ഈ മീറ്റിംഗിലേക്ക് ഹാർദവമായി സ്വാഗതിക്കുന്നു. നമ്മുടെ ഇന്നത്തെ ഗസ്റ്റ് ഓഫ് ഓണർ റൊട്ടേറിയൻ AKSM ഡോക്ടർ ജോൺ ഡാനിയൽ സാറാണ്. നമുക്ക് റൊട്ടേറിയൻസിന് എല്ലാവർക്കും വളരെ പരിചിതമായ ആളാണ്. അതിലുപരിയായി അദ്ദേഹം ഉള്ള ഡിസ്ട്രിക്ട് 3211ന്റെ ഭാഗമായ റൊട്ടേറിയൻ ആകാൻ നമുക്ക് സാധിച്ചു എന്ന് തന്നെ നമുക്ക് അഭിമാനമാണ്. കാരണം അദ്ദേഹം നമ്മുടെ റോട്ടറി ഡിസ്ട്രിക്ട് ലെവലിലോ നാഷണൽ ലെവലിലോ അല്ല, ഇന്റർനാഷണൽ ലെവലിൽ വരെ അറിയപ്പെടുന്ന ഒരു വ്യക്തിത്വമാണ്. ഞാനും ഒക്കെ പലരുടെ ഈ റൊട്ടേറിയൻ ആയിട്ടുള്ള പലരും AKSM എന്ന് ആദ്യം കേട്ടത് തന്നെ ജോൺ ഡാനിയൽ സാറൊക്കെ AKSM ആകുന്നതാണ്. ആർട്ട് ക്ലബ് സൊസൈറ്റി മെമ്പർ. നമുക്കാർക്കും അറിഞ്ഞില്ലായിരുന്നു ഇതെന്താണെന്ന്. പിന്നെയാണ് അറിഞ്ഞത് അദ്ദേഹം ഒരു ലൈഫ് ടൈമിൽ $2,50,000 റോട്ടറി ഫൗണ്ടേഷന് ചാരിറ്റി പ്രവർത്തനങ്ങൾക്കായി സംഭാവന ചെയ്ത അവർക്കാണ് ഈ ഓണർ കിട്ടുന്നത്. അപ്പോൾ അദ്ദേഹം എത്രമാത്രം നമ്മൾ റോട്ടറിയെ സ്നേഹിക്കുന്നു, അതിൽ വിശ്വസിക്കുന്നു എന്ന് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാവും. അദ്ദേഹം ഞാൻ പറഞ്ഞ പോലെ ഒരു ഇന്റർനാഷണൽ ലെവലിലാണ് ഇപ്പൊ നിൽക്കുന്നത്. നാളെ റോട്ടറി ഡിസ്ട്രിക്ട് 3211 എന്നൊരു RI പ്രസിഡന്റ് വരെ നമ്മൾ അദ്ദേഹത്തിൽ കാണുന്നുണ്ട്. നമ്മുടെ പ്രിയപ്പെട്ട പാസ്റ്റ് PDG റോട്ടറിയൻ ഡോക്ടർ ജോൺ ഡാനിയലിനെ ഈ മീറ്റിംഗിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ കീനോട്ട് സ്പീക്കർ റോട്ടറി AKSM ഡോക്ടർ മീര ജോണാണ്. നമ്മുടെ ജോൺ ഡാനിയലിന്റെ സഹധർമ്മിണിയാണ്. രണ്ടുപേരും AKSM ആണ്. കുടുംബം മൊത്തത്തിൽ റോട്ടറിയെ പൂർണ്ണമായി സപ്പോർട്ട് ചെയ്യുന്നവരാണ്. നമുക്കറിയാം മീര മാഡത്തിന്റെ കാര്യം കഴിഞ്ഞ വർഷം സബരംഗിയുടെ ചെയറായിരുന്നു, ഇത്തവണ ഉയരയുടെ ചെയറാണ്. എന്നിരുന്നാലും സാധാരണ റോട്ടറിയെ സംബന്ധിച്ചോളം ഒരു ഡിസ്ട്രിക്ട് ഗവർണറുടെ ഒരു വർഷം നമ്മൾ പ്രധാനമായിട്ടും അറിയുന്നത് ആ ഡിസ്ട്രിക്ട് കോൺഫറൻസ് വെച്ചാണ്. എപ്പോഴും നമ്മൾ പറയുമ്പോൾ ഒരു ഗവർണർ അദ്ദേഹത്തിന് ഡിസ്ട്രിക്ട് കോൺഫറൻസ് നന്നായിരുന്നു. കഴിഞ്ഞ വർഷം ആ ഡിസ്ട്രിക്ട് കോൺഫറൻസ് ചെയറും നമ്മുടെ മീര മാഡമായിരുന്നു. അതിൽ പങ്കെടുത്ത എല്ലാവർക്കും അറിയാം എത്ര നല്ല രീതിയിലാണ് അത് ഓർഗനൈസ്. എല്ലാ വിധത്തിലും എൻജോയ് ചെയ്ത ഒരു ഡിസ്ട്രിക്ട് കോൺഫറൻസ് ആയിരുന്നു. നല്ല മാഡത്തിന്റെ ആ ഒരു ഓർഗനൈസേഷൻ പാഠവും നമ്മൾ അതിൽ നിന്നൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞു. നമ്മുടെ പ്രിയപ്പെട്ട കീനോട്ട് സ്പീക്കറായി എത്തിച്ചേരുന്ന റൊട്ടേറിയൻ AKSM ഡോക്ടർ മീര ജോണിനെ ഈ മീറ്റിംഗിലേക്ക് ആദ്യമായി സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ റവന്യൂ ഡിസ്ട്രിക്ട് ഡയറക്ടർ റൊട്ടേറിയൻ G2 സെബാസ്റ്റ്യൻ ഇവിടെ എത്തിച്ചേരും. ലേറ്റ് ആയിട്ട് വരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ അഭാവത്തിൽ അദ്ദേഹത്തിന് ഈ മീറ്റിംഗിലേക്ക് ആദ്യമായി സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ AG റൊട്ടേറിയൻ മാത്യു തോമസ്. ഞാനൊരു സോണൽ ക്യാബിനറ്റ് മെമ്പർ ആയതുകൊണ്ട് തന്നെ ഒരു സോണൽ ഗ്രൂപ്പിലുണ്ട്. ജനുവരി തൊട്ട് മെസ്സേജുകളുടെ പ്രളയമാണ്. അത് ചെയ്യണം ഇത് ചെയ്യണം എന്ന് വെച്ച് ഇപ്പോഴേ നമ്മുടെ ഓരോ കാര്യങ്ങളും നല്ല പറഞ്ഞ് വ്യക്തമായിട്ട് ചെയ്യിച്ച് ഡയറക്ഷൻ തന്നു പോകുന്ന നമ്മുടെ AG ഈ വർഷം തീർച്ചയായിട്ടും നല്ല രീതിയിലുള്ള പ്രവർത്തനമായിരിക്കും നമ്മൾ ഉണ്ടാകുക എന്നുള്ളത് നമുക്ക് ഉറപ്പ് നൽകിയിട്ടുണ്ട്. നമ്മുടെ പ്രിയ AG റൊട്ടേറിയൻ മാത്യു തോമസിനെ മീറ്റിംഗിലേക്ക് ആദ്യമായി സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ഇന്ന് പ്രസിഡന്റായി സ്ഥാനമേൽക്കുന്ന നമ്മുടെ പ്രസിഡന്റ് ഇലക്ട് റൊട്ടേറിയൻ കുര്യൻ കുഞ്ഞു സാർ. അദ്ദേഹം 2 വർഷം മുമ്പ് സെക്രട്ടറി ആയിരുന്നു. ആ വർഷത്തെ ഏറ്റവും നല്ല സെക്രട്ടറി, അതായത് ഡിസ്ട്രിക്ട് 3211 കാറ്റഗറി B ക്ലബുകളിൽ
ഏറ്റവും ബെസ്റ്റ് സെക്രട്ടറി ആയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട ആളാണ് റൊട്ടേറിയൻ കുര്യൻ കുര്യൻ സാർ. അദ്ദേഹത്തിന്റെ അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അദ്ദേഹത്തിന്റെ ഒരു എബിലിറ്റി മനസ്സിലായി കാണും. അതുകൊണ്ട് പ്രസിഡന്റായിട്ടും അദ്ദേഹത്തിന്റെ കൈകളിൽ നമ്മുടെ ക്ലബ്ബ് സുരക്ഷിതമാണ് എന്ന് നമുക്ക് യാതൊരു സംശയമില്ല. നമ്മുടെ പ്രിയപ്പെട്ട പ്രസിഡന്റ് റൊട്ടേറിയൻ കുര്യൻ കുര്യൻ ഈ മീറ്റിംഗിലേക്ക് ആദ്യമായി സ്വാഗതം. നമ്മുടെ സെക്രട്ടറി വിപിൻ വർഗീസ്, റൊട്ടറി വിപിൻ വർഗീസ് കഴിഞ്ഞ ഒരു വർഷക്കാലം നമ്മുടെ ക്ലബിന്റെ കാര്യങ്ങളെല്ലാം പ്രവർത്തനങ്ങളെല്ലാം വളരെ ആക്റ്റീവായിട്ട് നിന്ന് നല്ല രീതിയിൽ പ്രവർത്തിച്ച ആണ്. ഇത്തവണ വീണ്ടും അദ്ദേഹം ക്ലബിന്റെ ട്രഷറർ സ്ഥാനത്തേക്കും വരികയാണ്. എല്ലാം കൊണ്ട് ക്ലബിന് പൂർണ്ണമായിട്ട് ക്ലബിന് വേണ്ടി അദ്ദേഹം ഒത്തിരി ടൈം വളരെ തിരക്കുള്ള ജീവിതത്തിനിടയിലും വളരെ സമയം ചെലവാക്കുന്ന ഒരാളാണ്. നമ്മുടെ പ്രിയ സെക്രട്ടറി റൊട്ടറി വിപിൻ വർഗീസിനെ മീറ്റിംഗിലേക്ക് ആദ്യമായി സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ സെക്രട്ടറി ഇലക്ട് റൊട്ടേറിയൻ PAG റോയ് തോമസ് ആണ്. റോയ് ചാൻ ഒരു അസിസ്റ്റന്റ് ഗവർണർ ആയിരുന്ന ആളാണ്. അദ്ദേഹം അതിനുശേഷം വീണ്ടും സെക്രട്ടറിയിലേക്ക് വരുവാണ്. കാരണം അദ്ദേഹത്തിന്റെ കോളേജ് മേറ്റ് കുര്യൻ സാറാണ് പ്രസിഡന്റ്. അതുകൊണ്ട് ഫുൾ സപ്പോർട്ട് നൽകാൻ വേണ്ടി അദ്ദേഹം AG ആയിരുന്നിട്ട് വീണ്ടും അദ്ദേഹം സെക്രട്ടറി സ്ഥാനം ഏറ്റെടുത്ത് വന്നു. നമ്മുടെ പ്രിയപ്പെട്ട റോയ് ചാനെ ഈ മീറ്റിംഗിലേക്ക് ആദ്യമായി സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ പാസ്റ്റ് അസിസ്റ്റന്റ് ഗവർണർ അരുൺ സെബാസ്റ്റ്യൻ കഴിഞ്ഞ വർഷം ഞങ്ങളുടെ ക്ലബിലെ ഞങ്ങളെല്ലാം പറഞ്ഞ അസിസ്റ്റന്റ് ഗവർണർ ആയിരുന്നില്ല, ഞങ്ങളുടെ ക്ലബിലെ ഒരു മെമ്പറായിരുന്നു. എല്ലാ കാര്യത്തിലും ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന ആളാണ്. നമ്മുടെ പ്രിയപ്പെട്ട പാസ്റ്റ് അസിസ്റ്റന്റ് ഗവർണർ ഡോക്ടർ അരുൺ സെബാസ്റ്റ്യൻ മീറ്റിംഗിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്തു. നമ്മുടെ പ്ലാനറ്ററി എന്ന പ്രൊജക്ടിന്റെ ഔപചാരികമായ ക്ലബ് തലത്തിലുള്ള ഇനാഗുറേഷനായിട്ട് പ്ലാനറ്ററി റവന്യൂ ഡിസ്ട്രിക്ട് ചെയർമാനായിട്ടുള്ള റൊട്ടേറിയൻ കണ്ണൻ സാർ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. കണ്ണനെ പുതുപ്പള്ളി ക്ലബ്ബുകാർക്ക് ആരും പരിചയപ്പെടുന്ന കാര്യമില്ല. കാരണം കഴിഞ്ഞ ഒരു ഫയർ കൊണ്ട് തന്നെ എല്ലാവർക്കും അറിയുന്ന ഒരാളായി മറകാട് വെച്ച് റവന്യൂ ഡിസ്ട്രിക്ട് ഫയർ നടത്തിയപ്പോൾ കണ്ണനായിരുന്നു ഡിസ്ട്രിക്ട് ചെയർമാൻ. നമ്മുടെ ക്ലബ്ബുകാരെല്ലാവരും ഉണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹം വളരെ സുപരിചിത ആളാണ്. പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാൻ പറ്റാത്തൊരു കാര്യമുണ്ട്. കണ്ണൻ ഒരു ഡാൻസറാണ്. കണ്ണൻ ഭരതനാട്യം പഠിച്ച് ശാസ്ത്രീയമായി പഠിച്ച് അരങ്ങേറിയിട്ടുള്ള ഒരാളാണ്. അതുകൊണ്ട് തന്നെ പുള്ളി എല്ലാ തവണയും ഫയറിൽ റൊട്ടേറിയൻ സോളോ ഡാൻസ് വേണമെന്ന് ആവശ്യപ്പെടാറുണ്ട്. പക്ഷെ ആരും അംഗീകരിക്കാറില്ല. നമ്മുടെ പ്രിയപ്പെട്ട റൊട്ടേറിയൻ കണ്ണൻ എസ് പ്രസാദിനെ ഈ മീറ്റിംഗിലേക്ക് ഹാർദമായി സ്വാഗതം. നമ്മുടെ ക്ലബിന്റെ GSR VJ ജോൺ ന്യൂ ക്ലബ് കോർഡിനേറ്റർ റൊട്ടേറിയൻ ജോർജി, ഇവർ രണ്ടുപേരും ഇവിടെ എത്തിച്ചേരുമെന്ന് പറഞ്ഞിട്ട് എത്തിയിട്ടില്ലെന്ന് തോന്നുന്നു. അവർ രണ്ടുപേരെയും മീറ്റിംഗിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. നമ്മുടെ ക്ഷണം സ്വീകരിച്ച നമ്മുടെ സോണിലുള്ള ക്ലബുകളിൽ നിന്ന് പ്രസിഡന്റ്, സെക്രട്ടറി, മറ്റു മെമ്പേഴ്സ് ഇവരെല്ലാം ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അവരെല്ലാവരും ഒറ്റ വാക്കിൽ സ്വാഗതം ചെയ്യുന്നു. മറ്റ് നമ്മുടെ ക്ഷണം സ്വീകരിച്ച് പല ഗസ്റ്റുകളും ഇവിടെ വന്നിട്ടുണ്ട്. എല്ലാ അതിഥികളെയും ഈ മീറ്റിംഗിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട നമ്മുടെ റൊട്ടേറിയൻസ് പുതുപ്പള്ളി റോട്ടറി ക്ലബിന്റെ സ്ട്രെങ്ത് പുതുപ്പള്ളി റൊട്ടേറിയൻസിനും റോട്ടറി ഫാമിലിയുമാണ്. പുതുപ്പള്ളി ക്ലബിലെ എല്ലാ റൊട്ടേറിയൻസിനെയും ഈ മീറ്റിംഗിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ പുതുപ്പള്ളി എപ്പോഴും അറിയപ്പെടുന്ന ഒരു ഫാമിലി ക്ലബായിട്ടാണ്. നമ്മുടെ സ്ട്രെങ്ത് തന്നെ എല്ലാ കാര്യവും നമ്മുടെ ഫാമിലി ഇൻവോൾവ്മെന്റ് നല്ലോണം ഉണ്ടെന്നുള്ളതാണ്. നമ്മുടെ ഫാമിലിക്ക് ആ സ്ട്രെങ്ത് വരുന്ന നമ്മുടെ റോട്ടറി ആനൻസ് അവരെല്ലാവരെയും ഈ മീറ്റിംഗിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ നിർത്തുന്നു. ജയ് റോട്ടറി. Thank you. Well, then we will switch off the mic. Anyway, I don't have much to talk because I know everyone is looking forward to the incoming team. And at this time, I am very honored to be standing here and bidding a farewell to all of you. As our welcome address, Rotarian Vinod told. Thank you so much for being with us. Thank you very much. And Vivian Varghese will present. Is each individual member. The strength of each member is a team. Thank you, Team Rotary Puduppally. Thank you all. Thank you, Rotarian Vivian.
Rotarian PHF CB Joseph. Rotarian PHF. Rounds will surrender the armband and baton to the president. Armband. I stand before you today to introduce a remarkable individual who will lead our Rotary Club, a position of Group Manager at Surbani Group of Estates, the highest standard of quality, and even he has been an active and dedicated Rotarian, always seizing Rotary Club of Puthupalli for a year 2024. Congratulations and celebration when I tell everyone that you're Rotarian A.B. Mohanan will hand over the gong and gavel as a symbol of the transfer of the administration of this club. Our newly installed request President Rotarian Kurian Panos for the Immediate past President Rotarian A.B. Mohan, Chief Guest of the function, Mr. P.H. Kurian, IAS, Guest of Honor, we bow my head before God Almighty for His blessing all through the way. I am overwhelmed with emotions for entrusting me with the honor of President of Rotary Club of Puthupalli. It's with great humor. Roy Thomas, PhD, Roy Thomas, and Bigan Varghese, Vice President Gino Kepal, immediate past President Mohanan A.V., President-elect Rotarian Rajagopal, Joint Secretary Rotarian Roshan Joseph Matthew, Sergeant at Arms Rotarian Thomas K. Executive Secretary Rotarian Vinod T.J. IT Officer Rotarian Sanjeevi Itti, Auditor Johnson Abraham, Rotarian Johnson Abraham, Club Trainer Rotarian Jagan K. George, Chairman Club Administration Rotarian Gina Jacob, Chairman Club Service Projects Babu Kutibunus, Rotarian Babu Kutibunus, Chairman District Project Rotarian Prime Raj CP, Chairman Membership Development Rotarian KK Punus, Chairman Public Relations Rotarian CB Joseph, Chairman Rotary Foundation Rotarian KK Biju, Rotary Voice Editor Rotarian KK Rotary Markidon Sikurula. I thank you all. I thank you all for being who support me throughout the year. എല്ലാ ആശംസകളും പ്രാർത്ഥനയും ഞാൻ നേരുന്നു. ടെക്നോളജിയുടെയും പ്രിൻസിപ്പൽ സെക്രട്ടറിയായി പിന്നീട് അദ്ദേഹം പ്രവർത്തിച്ചു. അങ്ങനെ തന്നെ പ്രവർത്തന മികവ് അതിൽ വളരെയേറെ തെളിയിച്ചു എന്ന് മനസ്സിലാക്കി. റവന്യൂ ചീഫ് സെക്രട്ടറിയായി ഇരുന്ന സമയത്താണ് അദ്ദേഹം റിട്ടയർ ചെയ്യുന്നത്. കാലത്തിന്റെ മാറ്റത്തിന് വളരെ മുമ്പേ സഞ്ചരിക്കുന്നയാളാണ് ശ്രീ BH കുര്യൻ IAS എന്ന് മനസ്സിലാക്കി റിയൽ എസ്റ്റേറ്റ് റെഗുലേറ്ററി അതോറിറ്റിയുടെ ചെയർമാനായി ആദ്യ ചെയർമാനായി അദ്ദേഹം നിയമിതനായി. ഇപ്പോൾ അദ്ദേഹം ആ സ്ഥാനം അലങ്കരിക്കുന്നു. ഇതിനൊക്കെ അപ്പുറം കേരളത്തെ പിടിച്ചു കുലുക്കിയ പ്രളയകാലത്തെ ഡിസാസ്റ്റർ മാനേജ്മെന്റിന്റെ തലവനായി അദ്ദേഹം വളരെ സ്തുത്യർഹമായ സേവനമാണ് നടത്തിയത്. കേരളം അന്ന് ഹെൻറി കുര്യൻ ബാംഗ്ലൂർ സെന്റ് ജോൺസ് മെഡിക്കൽ കോളേജിൽ നിന്നും MBBS പാസ്സായി. പുഷ്പഗിരി മെഡിക്കൽ കോളേജിലെ ഓർത്തോ MS എടുത്ത് ഇപ്പം ഉപരിപഠനാർത്ഥം വീണ്ടും പൂനെയിൽ റോട്ടറി മെമ്പേഴ്സിന്റെ നാമത്തിൽ അദ്ദേഹത്തോട് പ്രത്യേകമായ സ്നേഹവും ബഹുമാനവും സമർപ്പിച്ചുകൊണ്ട് നന്ദി നിർത്തട്ടെ.
Thank you, Rotarian Matthew. Now I request our chief guest, Sri P.H. Kurian IAS, Kerala Real Estate Regulating Authorities Chairman, to address the meeting. ഇത്രയും ആക്ടിവിറ്റി നടത്തിയ ഒരു ട്രിപ്പ് ഞാൻ കണ്ടില്ല. വലിയ വലിയ ട്രിപ്പുകളിൽ ഞാൻ പോകുന്നതില്ല. കാരണം കേരളം കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും കമ്പാഷനും എമ്പതിയുമുള്ള ഉമ്മൻചാണ്ടി സാറിൻ്റെ നാട്ടിലുള്ളവരെല്ലാം ഒരു ജൂനിയർ ഉമ്മൻചാണ്ടി പോലെ പ്രവർത്തിക്കുന്നവരാണ് നിങ്ങൾ. അതുകൊണ്ട് ആ പ്രവർത്തനം ഇത് പോരാൻ തന്നെയാണ് ആണെങ്കിൽ പോലും. കാരണം അദ്ദേഹത്തിൻ്റെ പേര് നല്ല നല്ല രീതിയിൽ പ്രവർത്തിക്കണം. ഉമ്മൻചാണ്ടി സാർ ഇവിടെ ഇരിക്കുന്ന അദ്ദേഹം ഉമ്മൻചാണ്ടി സാറിൻ്റെ കാര്യം മോഹൻ പറഞ്ഞപ്പോൾ ഞാൻ ഓർക്കണം, അദ്ദേഹത്തിൻ്റെ കൂട്ടത്തിൽ 2 പ്രാവശ്യം മുഖ്യമന്ത്രി ആയിരുന്നപ്പോഴും അതിന് മുമ്പ് അദ്ദേഹം ഫൈനാൻസ് മിനിസ്റ്റർ ആയിരുന്നപ്പോഴും എനിക്ക് കൂട്ടത്തിൽ പ്രവർത്തിക്കാനായിട്ട് പറ്റിയിട്ടുണ്ട്. ഞാൻ ഒറീസ കേഡറിൽ നിന്ന് കേഡർ മാറി കേരളത്തിലേക്ക് വന്ന് എൻ്റെ ആദ്യത്തെ ജോലി ഉമ്മൻചാണ്ടി സാർ ഫൈനാൻസ് മിനിസ്റ്റർ ആയിരുന്നപ്പോൾ അവിടെ സെയിൽസ് ടാക്സിൽ ഇന്നത്തെ ജോയിൻറ്റ് കമ്മീഷണർ പൊസിഷനിലായിരുന്നു. വന്ന് പറഞ്ഞിട്ട് 3 സ്ഥാനത്തും ഫുള്ളായിട്ട് അദ്ദേഹവുമായിട്ട് വർക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അവിടെ ഞാനിവിടെ കളക്ടറായിരുന്ന കാലത്ത് ഏകദേശം 1 വർഷത്തോളം അദ്ദേഹം അന്ന് മന്ത്രിയല്ല MLA ആയിരുന്നു. അത് കഴിഞ്ഞതിന് ശേഷം അദ്ദേഹം MLA ആയിരുന്നു ഞാൻ LDFിൻ്റെ കാലത്ത്. ഈ കമ്പാഷൻ്റെ കാര്യങ്ങൾ എന്നെ പഠിപ്പിച്ചത് ഈ കളക്ടറായിരുന്ന കാലത്ത് ഞാൻ നിങ്ങളോട് ഇതെല്ലാം ഒന്ന് അറിയാൻ വേണ്ടി കൂടെ പറയുകയാണ്. കമ്പാഷൻ എങ്ങനെയാണ് വരുന്നത്. അപ്പോൾ അദ്ദേഹം ഈ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് അന്ന് കളക്ടർക്ക് 500 രൂപയാണ് ഒരാൾക്ക് കൊടുക്കേണ്ടത്. അവർക്ക് മരുന്ന് വാങ്ങിക്കാനും ഒക്കെ പറഞ്ഞു വരും. അപ്പോൾ അന്നേരം തന്നെ അവർക്ക് 500 രൂപ കൊടുക്കാം. അപ്പോൾ അദ്ദേഹം ഇങ്ങനെ ഒത്തിരി പേരെ പറഞ്ഞു വിടും. ഇതിൻ്റെ സ്ഥിരം പരിപാടിയാണല്ലോ ഈ ആളുകളെ വിളിച്ചിട്ട് അതിൻ്റെ ഒരാളിനെ വിടുന്നുണ്ട്. അപ്പോൾ അങ്ങനെ പറഞ്ഞു വിടും. ഒരു ദിവസം ഞാൻ പറഞ്ഞു, സാർ ഇത് കണ്ണവാനം ആവുന്നുണ്ടല്ലോ. അപ്പോഴാണ് പുള്ളി എൻ്റെ പാഠം പറഞ്ഞത്. പുള്ളി എന്നോട് പറയാണ്, ഈ 500 രൂപയ്ക്ക് വേണ്ടി കളക്ടറുടെ അവിടം വരെ വന്ന് അത് പോയി നിൽക്കാനായിട്ട് അവൻ ശരിക്കും പാവപ്പെട്ടതായിരുന്നു. സർക്കാരിൻ്റെ എന്തെങ്കിലും പരിപാടിക്കകത്ത് 100% കൃത്യമായിട്ട് പോകണമെന്നില്ല. അതുകൊണ്ട് അവിടെ വരുന്നവർക്ക് 500 രൂപയെ കുറയ്ക്കണ്ട, 500 രൂപ വെച്ച് തന്നെ കൊടുക്കും. പിന്നെ ഒരു കാര്യം കൂടെ പറഞ്ഞു, മുഖ്യമന്ത്രി ദുരിതാശ്വാസ നിധിയിലേക്ക് കളക്ടർ തിരിച്ചു പൈസ കൊണ്ടുവരാം. അപ്പോൾ കുര്യൻ എന്തുമാത്രം പൈസ കൊടുക്കുന്നു അതിനേക്കാളും കൂടുതൽ കൊണ്ടുവന്നാൽ മതി എന്ന് പറയും. അപ്പം അങ്ങനെ കമ്പാഷന് ഒരു ലിമിറ്റും ഇല്ല എന്ന് അന്ന് എന്നെ പഠിപ്പിച്ചതാണ്. അപ്പം ഞാൻ പിന്നെ ഒരു ലിമിറ്റും ഇല്ല. അവിടെ വരുന്നവർക്കെല്ലാം 500 രൂപ. അത് ഒരു 1 മണിക്ക് മുമ്പേ 500 രൂപയായിട്ട് ചെക്ക് കൊടുക്കും. അവർക്ക് 2 മണിക്ക് മുമ്പേ ട്രഷറി ചെയ്ത് ആ പൈസ വാങ്ങിച്ചുകൊണ്ട് പോകാം. അപ്പോൾ ആ ലെസൺ എന്നെ നമുക്ക് എല്ലാവർക്കും കമ്പാഷനുണ്ട്, അതുപോലെയല്ല അങ്ങനെ കൃത്യമായിട്ട് പഠിപ്പിച്ച ആളാണ്. ലിമിറ്റില്ല, വരുന്നവർക്കെല്ലാം കൊടുക്കണം. അതിന് ഈ നാട്ടിലുണ്ട് എന്നാണ് വിളിക്കുന്നത്. കാരണം മുഖ്യമന്ത്രി ദുരിതാശ്വാസ മണി എന്ന് പറയുന്ന അന്ന് റവന്യൂ ഫൈനാൻസ് സെക്രട്ടറി കളക്ടർമാർക്ക് ഇങ്ങനെ കുറച്ച് അന്വേഷിച്ച് തരിക. അത് തീരാറാകുമ്പോൾ വീണ്ടും അവിടെ ഫോൺ വിളിച്ചൊക്കെ പറഞ്ഞാലേ കിട്ടുള്ളൂ. അവരുടെ കാര്യം ചെയ്തുകൊണ്ട് നിങ്ങൾ കൂടുതൽ ഉണ്ടാക്കിക്കൊള്ളാൻ പറഞ്ഞു. ഞാനെന്ത് ചെയ്തത്, അബ്കാരികൾ ആരെങ്കിലും ഇരുന്ന ക്ഷമിയുടെ ഏറ്റവും കൂടുതൽ പിടിച്ച അബ്കാരികളെയാണ്. അബ്കാരികളായിട്ടുള്ള ആളുകളിൽ നിന്ന് ഒരു 96 ഒരു അബ്കാരിയുടെ നിന്ന് 5 ലക്ഷം രൂപ വാങ്ങിച്ചു. അവർ കള്ളപ്പണി ചെയ്തവരായിരുന്നു. അപ്പോൾ അവരെ പിടിച്ച് അത് ഈ ജില്ലയിലുള്ള ആളല്ല, അടുത്ത ജില്ലയിൽ നിന്ന് ഇവിടെ വന്ന അബ്കാരി ലേലത്തിൽ കള്ളം കാണിച്ചവരാണ്. അപ്പോൾ അയാളെ പിടിച്ച് ഞാൻ 5 ലക്ഷം രൂപ വാങ്ങിച്ചു. അപ്പം 5 ലക്ഷം, അപ്പോൾ ഒരു 10-15 ലക്ഷം നമുക്ക് കൊടുക്കാൻ പറ്റും. ഒരു ലിമിറ്റ് ഇല്ല എന്ന് എന്നെ പഠിപ്പിച്ചത് ഉമ്മൻചാണ്ടി സാറാണ്. അതുകൊണ്ട് അവരുടെ നാട്ടിലുള്ള നിങ്ങൾ അൺലിമിറ്റഡ് ഭാഷൻ്റെ ആളുകളായിട്ട് മാറണമെന്ന് എനിക്ക് ആഗ്രഹിക്കും. ഈ പ്രവർത്തനം ഞാൻ കണ്ടതിൽ ഏറ്റവും കൂടുതലാണെങ്കിലും അതൊന്നും പോരാ. അദ്ദേഹത്തിലുള്ളവരെ സഹായിക്കാൻ പറ്റും, നമ്മുടെ കാര്യം ഉയർന്നവരെ സഹായിക്കാൻ പറ്റും, നമ്മുടെ താഴ്ന്നവരെ സഹായിക്കാൻ പറ്റും. എത്രയോ ഡോക്ടർമാരെ ഞാൻ കാണുന്നു, ഇവരൊക്കെ നമ്മളെ മോട്ടിവേറ്റ് ചെയ്യും, ഫുഡ് കൺട്രോൾ ചെയ്യും, അതുപോലെ സ്മോൾ അടിക്കരുത് നമ്മൾ പിന്നെ സ്മോൾ അടിക്കും. അതൊന്നും ഞാൻ പറ്റുന്നില്ല. കോട്ടയക്കാരൻ അച്ഛൻ എന്ന് പറയുന്നത് നമ്മൾ കണ്ടുപിടിക്കാതിരിക്കാൻ പറ്റും. ഇന്റർനാഷണലി അറിയാം കോട്ടയം അച്ഛൻ എന്ന് പറയുന്നത്. അല്ല, നമ്മൾ എവിടെ ചെന്നാലും യു ആർ എ ക്രിസ്ത്യൻ ഫ്രം കോട്ടയം, യു മസ്റ്റ് ഹാവ് എന്ന് നമ്മളെ ആദ്യം പിടിച്ച ആളുകൾ ഇന്റർനാഷണലി. അപ്പൊ അതുകൊണ്ട് അതല്ല നമ്മളതിനെ ബോധവൽക്കരണം എന്ന് പറയും. ബോധവൽക്കരണം എന്ന് പറയുന്ന വാക്കിന് പഠിപ്പിക്കുന്നതല്ല ബോധവൽക്കരണം. അവരെ പറഞ്ഞു മനസ്സിലാക്കുക എന്ന് പറയുന്നതും അല്ല ബോധവൽക്കരണം. അതിനപ്പുറമായിട്ട് അവരെ കാണിച്ച് പഠിപ്പിക്കാനുള്ള ഒരു സിസ്റ്റം വേണം. അപ്പൊ ഞാനൊരിക്കലും ഹെൽത്തിൽ വർക്ക് ചെയ്തിട്ടില്ല. കുറച്ചു കാലം യൂണിസെഫിൽ ഒരു 2 വർഷം, ഒറീസയിൽ ഞാനിവിടെ വന്നതിന് ശേഷം കളക്ടറാകുന്നതിന് മുമ്പ് 1.5 വർഷം യൂണിസെഫിൽ പോയിട്ട് വർക്ക് ചെയ്തിരുന്നു. ഇവിടെ എല്ലാവരും കളക്ടറായപ്പോൾ ഞാൻ ഇട്ടേച്ച് പോകുന്നത്, അല്ലെങ്കിൽ യൂണിസെഫിൽ കുറച്ചു കാലം കൊണ്ട് നിൽക്കാതെ എനിക്ക് അവിടെ അബ്സോർവ് ചെയ്യാൻ. ആയുർവേദ ഡിസ്പെൻസറി ഒക്കെ തുടങ്ങി ആയുർവേദം നടത്താൻ വേണ്ടിയിരുന്നല്ലോ. ഹോമിയോ ഡിസ്പെൻസറി തുടങ്ങി ഓരോ സമയത്തും ഗവൺമെന്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജോലിയില്ലാത്തവർക്ക് ശമ്പളം കൊടുക്കാൻ, ജോലിയില്ലാത്തവർക്ക് ജോലി കൊടുക്കുക. ഞാൻ കൊമേഴ്ഷ്യലായിട്ട് തടി വളർത്തും. എറണാകുളം കളക്ടറായിരുന്ന സുഹാസിന്റെ കുടുംബത്തിന്, കർണാടകത്തിലെ ഹസൻ
ഡിസ്ട്രിക്റ്റില് അവർക്കിപ്പോൾ ഒരു 400 കോടി രൂപയുടെ ചന്ദനം തോട്ടമുണ്ട്. 400 കോടി 500 കോടിക്ക് വിൽക്കാനാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അവിടെയൊക്കെ അതുപോലെ കൊമേഴ്ഷ്യൽ ചെയ്യാൻ തുടങ്ങി. ഇവിടെ പതിന് വരുന്നത് ഇതിൻ്റെ ഓരോ തൈ വെച്ചോണ്ടി ഇത് വലിയ ആവശ്യമുണ്ടോ? കേരളത്തിൽ ചുമ്മാ തന്നെ മരം വളരുന്ന സ്ഥലത്ത് വെക്കുകയാണെങ്കിൽ മീനിങ് ഫുൾ ആയിട്ട് വെക്കുക അല്ലേ? വെക്കാണ് വെച്ചോ, അതിന് കുഴപ്പമില്ല. പക്ഷെ അത് മീനിങ് ഫുൾ ആയിട്ട് വെക്കും. കാരണം ചുമ്മാ അല്ല കാണിക്കാൻ വെച്ചിട്ട് കാര്യം. ഇപ്പം മരമല്ല നമ്മുടെ പ്രശ്നം. ലാൻഡ് ട്രീയോ പറഞ്ഞിരിക്കും, പ്ലാന്റ് ട്രീ അതൊന്നും കേരളത്തിൽ പറ്റിയതല്ല. ഈ ആഫ്രിക്കയിലൊക്കെ ചുമ്മാതെ പരന്നു കിടക്കുന്ന സ്ഥലങ്ങളിൽ റോട്ടറി ഇന്റർനാഷണലെ സംബന്ധിച്ചിടത്തോളം ദാറ്റ് വെരി ഇമ്പോർട്ടൻറ്റ്. റോട്ടറി ക്ലബ് ഇൻ ഒറീസ, മധ്യപ്രദേശ്, ബീഹാറിലോ ഗുജറാത്തിലോ അവിടെയൊക്കെ ചുമ്മാ കിടക്കാം. പഞ്ചാബിൽ പോയി ചെയ്യാം. പഞ്ചാബിൽ ഒരു മരവും ഇല്ല. പഞ്ചാബിൽ ആകെ തീരെ മരം കാണാനില്ല. എന്തുകൊണ്ട്? പഞ്ചാബിൽ കൂടെ യാത്ര ചെയ്ത് കഴിഞ്ഞാൽ മുഴുവൻ കൃഷിത്തോട്ടങ്ങൾ, കൃഷിപ്പാടങ്ങൾ മാത്രമേ. അവിടെയൊക്കെ പോയിട്ട് മരം വെച്ച് പിടിപ്പിക്കട്ടെ. ഇവിടെ ഈ യുവർ റോട്ടറി ഷുഡ് സേ ദാറ്റ് മരം ഇവിടെ ഇഷ്ടം പോലെ ഉണ്ട്, ഞങ്ങൾക്ക് ഈ പ്ലാന്റ് ട്രീയുടെ ആവശ്യമില്ല. വി വിൽ ഡു സംതിങ് മോർ മീനിങ് ഫുൾ. ഞാൻ പറഞ്ഞത് കളിയാക്കി പറഞ്ഞാൽ വിചാരിക്കില്ല, എന്റെ മനസ്സിൽ തെറ്റി തന്നെ പറയുന്നതാണ്. എടുക്കാൻ പറ്റുമെങ്കിൽ എല്ലാവർക്കും എല്ലാ നന്മകളും നേരുന്നു. നിങ്ങളുടെ കൂടി തോന്നി ഇത്രയും സമയം ചെലവഴിക്കാൻ സാധിച്ചതിൽ വളരെ സന്തോഷം. Thank you, sir, for your inspiring words, and it was indeed thought-provoking. PDG primary objectives of Rotary has served in every official role within the Rotary hierarchy and is held in high regard by senior members as well as revered by the younger generation also. We are really honored to have him as our guest of honor today. Due to time constraints, Rotarian Dr. Selin Kuruvilla will introduce Rotarian Dr. Good evening to all of you, the distinguished dignitaries on and off the stage. Good evening, everyone. The time is really short, and so I acknowledge the presence of all the Rotary leaders here. Director of Best Foods to exchange the documents. Bonus, immediate past president, Rotarian PTG AKSM John Daniel, our guest, district project chairperson, other dignitaries on the dais, my dear fellow, അവർക്കൊരു നല്ല കൈയ്യടി കൊടുക്കട്ടെ. നടത്താൻ സാധിച്ചു. അത് എൻ്റെ കഴിവല്ല, നിങ്ങളുടെ ഓരോരുത്തരും പുതുപ്പള്ളിയുടെ കഴിവാണ്. അങ്ങനെ പ്രിയപ്പെട്ട എൻ്റെ പുതുപ്പള്ളിക്ക് എല്ലാ ആശംസകളും നേർന്നുകൊണ്ട്, പുതിയ ടീമിനും സ്ഥാനം കഴിഞ്ഞ എല്ലാ ടീമിനും എല്ലാ ആശംസകളും നേർന്നുകൊണ്ട് ഞാൻ നിർത്തുന്നു. Presenting the plan to our past First Lady Rotarian Anita Mohan. Thank you, Rotarian Kannan S. Prasad. അപ്പച്ചനുമൊക്കെ ഒരു പ്ലാവ് വയ്ക്കുകയോ ഒരു മാവ് വയ്ക്കുകയോ ചെയ്തതിന്റെ ഫലമാണെന്ന് നമ്മൾ അനുഭവിക്കുന്നത്. അപ്പോൾ ഒരു 50 എണ്ണം നടുമ്പോൾ ഒരു 5 എണ്ണേ കിളിക്കത്തുള്ളായിരിക്കും. അത് മനസ്സിലാക്കിയിട്ടുള്ളതാണ്. മീര മേഡത്തിന്റെയും ജോൺസാണിന്റെയൊക്കെ ഹോസ്പിറ്റാലിറ്റി അത്ര ഗംഭീരമായിട്ടാണ്. സത്യം പറഞ്ഞാൽ ഇവിടുത്തെ ഫസ്റ്റ് ലേഡി വർക്കാണ്. ഇൻസെപ്ഷൻ മുതൽ ഇന്ന് വരെയുള്ള കഴിഞ്ഞ വർഷത്തെ ടീമിനെ കുറിച്ച് ഒരു വാക്ക് പറയാതിരിക്കുവാൻ കഴിയില്ല. കഴിഞ്ഞ വർഷം നമ്മുടെ മോഹൻജിയുടെ നേതൃത്വത്തിൽ ഇവിടെ നടന്ന പ്രവർത്തനങ്ങൾ വളരെയധികം ശ്ലാഘനീയമായിരുന്നു. ഇവിടെ ഓരോ ഗസ്റ്റുകളും നമ്മുടെ പുതുപ്പള്ളിയെ പ്രകീർത്തിച്ച് പറയുമ്പോൾ തീർച്ചയായിട്ടും ഭയങ്കര ആത്മാഭിമാനം തോന്നുന്നു നമുക്ക് ഓരോരുത്തർക്കും. ഇത്
വെറുതെ ഉണ്ടാകുന്നതല്ല, തീർച്ചയായിട്ടും ഒരു ടീമിന്റെ ഹാർഡ് വർക്ക് തന്നെയാണ്. I request our past secretary. നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഈ മീറ്റിംഗിലേക്ക് വരികയും അദ്ദേഹത്തിന്റെ അറിവിന്റെ അപാരതകളിൽ നിന്ന് ഒരല്പം നമുക്ക് പകർന്നു നൽകുകയും ചെയ്ത ബഹുമാന്യനായ ശ്രീ PH കുര്യൻ IAS-നോടുള്ള നിസ്സീമമായ കൃതജ്ഞത ക്ലബിന്റെ നാമത്തിൽ അറിയിച്ചു. അടുത്തതായി റോട്ടറിയുടെ മുൻ ഡിസ്ട്രിക്ട് ഗവർണർ റോട്ടേറിയൻ ജോൺ ഡാനിയൽ തിരക്കുകൾക്കിടയിൽ ഇവിടെ വന്ന് നമ്മുടെ സന്തോഷത്തിൽ പങ്കുചേരുകയും ആർട്ട് ഓഫ് ഗിവിംഗ് എന്താണെന്ന് വാക്കിലും പ്രവൃത്തിയിലും നമുക്ക് പറഞ്ഞു തരികയും നമ്മളോടൊപ്പം നമ്മുടെ സന്തോഷത്തിൽ പങ്കെടുക്കുകയും ചെയ്തതിനുള്ള നന്ദിയും സ്നേഹവും അദ്ദേഹത്തോടെ അറിയിക്കുന്നു. നമ്മുടെ ഡിസ്ട്രിക്ട് പ്രോജക്റ്റ് ആയ ഉയരയുടെ ചെയർപേഴ്സൺ റോട്ടേറിയൻ ഡോക്ടർ മീര ജോൺ വേദികളിൽ നിന്ന് വേദികളിലേക്കുള്ള പ്രയാണത്തിൽ നമ്മൾക്കായി അല്പസമയം കരുതി വെച്ചതിനും സ്നേഹം പങ്കിട്ടു തന്നതിനും പ്രത്യേകം നന്ദിയും കടപ്പാടും അറിയിച്ചുകൊള്ളുന്നു. കഴിഞ്ഞ ഒരു വർഷക്കാലം നമ്മുടെ ക്ലബിനെ വളരെ ഉന്നതമായ നിലയിൽ നയിച്ചതിന് നമ്മുടെ ഇമ്മീഡിയറ്റ് പാസ്റ്റ് പ്രസിഡന്റ് KV മോഹനും അദ്ദേഹത്തിന്റെ ടീമിനും ഉള്ള കൃതജ്ഞത പ്രകാശിപ്പിക്കുന്നു. അതുപോലെ തന്നെ ഇന്നത്തെ ഈ മീറ്റിംഗ് വളരെ മനോഹരമായി സംഘടിപ്പിക്കാൻ പ്രയത്നിച്ച നമ്മുടെ പ്രസിഡന്റ് കുര്യൻ പൊന്നൂസിനും ഫസ്റ്റ് ലേഡി ജീന ജെയ്ക്കിമിനും അവരോടൊപ്പം സഹകരിച്ച് പ്രവർത്തിച്ച എല്ലാ റൊട്ടേറീസിനോടുമുള്ള നന്ദി പ്രത്യേകമായി അറിയിക്കുന്നു. മഹനീയ സാന്നിധ്യം കൊണ്ട് നമ്മളെ അനുഗ്രഹിച്ച റൊട്ടേറിയൻ കണ്ണൻ S. പ്രസാദ്, നമ്മുടെ പ്രിയങ്കരനായ അസിസ്റ്റന്റ് ഗവർണർ മാത്യു തോമസ്, റൊട്ടേറിയൻ ജിജു സെബാസ്റ്റ്യൻ, പാസ്റ്റ് അസിസ്റ്റന്റ് ഗവർണർ അരുൺ സെബാസ്റ്റ്യൻ, റൊട്ടേറിയൻ VJ ജോൺ, സീനിയർ മോസ്റ്റ് റൊട്ടേറിയൻ പാസ്റ്റ് അസിസ്റ്റന്റ് ഗവർണർ ജോർജ് തോമസ് കന്നുകുഴി, പാസ്റ്റ് ഡെപ്യൂട്ടി ഗവർണർ റൊട്ടേറിയൻ അനു കുര്യൻ, മൈ ഗുഡ് ക്ലാസ്മേറ്റ്. അതുപോലെ തന്നെ നമ്മുടെ പ്രസിഡന്റിന്റെയും ഫസ്റ്റ് ലേഡിയുടെയും അമ്മയും സഹോദരങ്ങളും കുടുംബാംഗങ്ങളെല്ലാം ഇന്ന് ഇതിൽ പങ്കെടുത്തിട്ടുണ്ട്. അവരോടുള്ള സ്നേഹവും സന്തോഷവും അറിയിക്കുന്നു. നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള മറ്റു റോട്ടറി ക്ലബിലെ ഭാരവാഹികൾ, അതിഥികൾ എന്നിവർക്കുള്ള നന്ദിയും അറിയിക്കുന്നു. ഇന്നത്തെ ഈ പ്രോഗ്രാം വർണ്ണാഭമായി മാറ്റിയ നമ്മുടെ പ്രിയങ്കരനായ TJ വിനോദിനോടുള്ള പ്രത്യേക നന്ദി ഈ അവസരത്തിൽ സമർപ്പിക്കുന്നു. അതുപോലെ തന്നെ മനോഹരമായി കോൺവെയറിംഗ് നിർവഹിച്ച ഡോക്ടർ സെലിൻ എബി, ശ്രീമതി സൂസൻ റോയി എന്നിവരോടുള്ള നന്ദി ഈ അവസരത്തിൽ പ്രകാശിപ്പിക്കുന്നു. ഇവർക്കുള്ള സ്നേഹ സമ്മാനം നൽകുന്നതിന് ഫസ്റ്റ് ലേഡിയായ ഡോക്ടർ ജീന ജേക്കബിനെ ക്ഷണിച്ചുകൊള്ളുന്നു. നമ്മുടെ പ്രിയപ്പെട്ട എല്ലാ റോട്ടറി കുടുംബാംഗങ്ങൾക്കുള്ള നന്ദിയും സ്നേഹവും കടപ്പാടും അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. Thank you, Rotarian Roy Thomas. Let's all rise for the पंजाब सिंध गुजरात मराठा द्राविड उत्कल गंगा विंध्य हिमाचल यमुना गंगा उच्चल जलधि तरंगा तव शुभ नामे जागे तव शुभ आशीष मांगे